ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓൾറെഡി LDC എക്സാംസിനൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ. x minus a into x minus b into x minus c into etc into x minus z എന്ന് പറയുന്നത് എന്താണ് എന്നാണ്. അപ്പൊ ഇതിന്റെ അറിയാത്തവരാണെങ്കിൽ ഈ ബ്രാക്കറ്റിന്റെ ഇടയിൽ അവർ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇതെല്ലാം പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഓരോ ടേംസുകളും പ്രോഡക്റ്റ് ആയിട്ട് കിടക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നും ഇപ്പൊ പ്ലസോ മൈനസോ ഒന്നും ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം അത് പ്രോഡക്റ്റ് ആയിട്ട് കിടക്കുകയാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ അർത്ഥം? ആൻസർ കിട്ടിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ തന്നെ കമന്റ് സെക്ഷനിൽ പറയാം. ഇല്ലാത്തവർ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേടാം. ഒരു ന്യൂമറിക് വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടില്ല, പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നോക്കിയേ, എക്സ് എന്ന് പറയുന്ന ഒരു ലെറ്ററിൽ നിന്ന് ആദ്യം നമ്മൾ എ കുറച്ചു, പിന്നീട് എക്സിൽ നിന്ന് ബി കുറച്ചു, എക്സിൽ നിന്ന് സി കുറച്ചു, അങ്ങനെ ഓരോന്നും കുറച്ച് ലാസ്റ്റിൽ എക്സിൽ നിന്ന് ഇസഡ് വരെ കുറയ്ക്കുകയാണ്. അങ്ങനെ വരുന്ന ഒരു രീതിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് പോയേക്കുന്നത്. ദ ആൻസർ ഇസ് 0. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. ഇത് എങ്ങനെയാ കിട്ടിയതെന്നൊന്ന് ശ്രദ്ധിച്ചേടാ. എക്സിൽ നിന്ന് എ കുറച്ചു, എക്സിൽ നിന്ന് ബി കുറച്ചു, അങ്ങനെ എ മുതൽ ഇസഡ് വരെയുള്ള എല്ലാ ലെറ്റേഴ്സും എക്സിൽ നിന്ന് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെറ്റേഴ്സിൽ തന്നെ വരുന്നതാണ് എന്തായാലും ഇങ്ങനെ പോയി ഇതിന്റെ ഇടയിൽ എവിടെ ഒരു എക്സിൽ നിന്ന് എക്സിനെ കുറയ്ക്കുന്നുണ്ട്. അപ്പൊ ഒരേ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു സാധനത്തിൽ നിന്ന് അത് തന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്താണ് 0 അല്ലേ കിട്ടുന്നത്? എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് 0 അല്ലേ ഇവിടെ? അപ്പോൾ ആ ഒരു പ്രോഡക്റ്റില് ഒരു 0 വരുന്നുണ്ട്. സോ എത്ര നമ്പേഴ്സുകൾ മൾട്ടിപ്ലൈ ചെയ്താലും അവിടെ ഒരു 0 ഉണ്ടെങ്കിൽ ഫൈനൽ ആൻസർ എന്തായിട്ടേ വരത്തുള്ളൂ? 0 ആയിട്ട് തന്നെ വരത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ അതിന്റെ ആൻസർ 0 ആയിട്ട് വരുന്നത്. സോ ഈ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളുടെ എല്ലാത്തിന്റെയും ആൻസർ 0 തന്നെ ആയിരിക്കും. ഇതേ രീതിയിൽ ലെറ്റേഴ്സുകൾക്ക് പകരം നമ്പേഴ്സ് ചോദിക്കാം. നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഉറപ്പായിട്ടും തരുന്നതാണ്. അതെന്തായാലും സോൾവ് ചെയ്തിട്ട് കമന്റ് സെക്ഷനിൽ പറയണം. അപ്പൊ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണിത്. s minus a into s minus b into s minus c etc x minus z is equal to വാല്യൂ കണ്ടുപിടിക്കാം. അതേപോലെ 25 minus 1, 25 minus 2, 25 minus 3 അങ്ങനെ 25 minus 50 വരെയാണ് പോയേക്കുന്നത്. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. സോ ഇതേ രീതിയിൽ മൈനസ് വന്നാൽ മാത്രമാണ് ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. പ്ലസ് വന്നാൽ ഇങ്ങനെയല്ല. അത് മനസ്സിൽ വെച്ചിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉത്തരം എന്തായാലും കമന്റ് സെക്ഷനിൽ പറയുമല്ലോ. സോ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് ഇതുപോലത്തെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.